ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. അപ്പോൾ മക്കൾക്ക് ക്ലാസ്സും ഇല്ല, പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡിന് ഇന്ന് ഡ്യൂട്ടിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായിന്. നമ്മൾ സാധാരണ എണീക്കുന്ന ആ ടൈമിനല്ല എണീക്കാൻ. ലീവുള്ള ദിവസം പിന്നെ രാവിലെ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുറച്ച് എണീക്കാൻ ലേറ്റായിന്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും അപ്പോൾ പുട്ടിന് ഞാൻ കറി ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലത്തെ കുറച്ച് മത്തി മുളകിട്ടതുകൊണ്ട് പിന്നെ ലിവർ കറി വെച്ചിനി, അപ്പോൾ അതുമുണ്ട്. പിന്നെ മക്കൾക്ക് പുട്ടും പഴമാണ് ഇഷ്ടം, അതുകൊണ്ട് പിന്നെ അവർക്കത് മതി. അപ്പോൾ ഞാൻ പുട്ട് ചുടുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇന്നലത്തെ കറിയെല്ലാം ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് നിന്ന്. മത്തി മുളകിട്ടതും ലിവർ കറിയല്ലോ, അപ്പോൾ അതെല്ലാം ഞാൻ ചൂടാക്കിയിട്ട് വെച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഈ ഒരു മത്തി. കുറച്ച് വലുപ്പമുണ്ട് മത്തി, പക്ഷേങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇന്ന് അലക്കാനൊന്നുമില്ല, പിന്നെ അതുപോലെ വെള്ളിയാഴ്ച അല്ല, അതുകൊണ്ട് പിന്നെ ഞാൻ വെള്ളിയാഴ്ച അങ്ങനെ അലക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ്. അങ്ങനെ നമ്മളെല്ലാവരും നാസ്തയും കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം തന്നെ കിച്ചണിലേക്ക് ഇറങ്ങി ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിന്ന് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഞാൻ ബസുമതി റൈസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കാം. അതിന് ശേഷം ഇതൊരു 3/4 വേവിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഈ അരി വേവിക്കുന്ന സമയത്ത് ചോറ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിന്, 2 ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് കൊടുത്തിന്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊരു 3/4 വേവായി കഴിഞ്ഞാൽ നമുക്കിത് വാർത്തിയെടുക്കാം. ഇനി ചില്ലി ചിക്കൻ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കന് ചെറിയ കഷ്ണമായിട്ട് വെച്ചിട്ടുണ്ട്, നല്ലോണം കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വെച്ചാണ്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് ചോറിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചോറിൻ്റെ വെള്ളം വാർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചോറ് വേവിക്കുന്ന സമയത്ത് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുത്താൽ ചോറ് ഒട്ടിപ്പിടിക്കില്ല. ഇനി ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഈ ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് 1 കിലോ ചിക്കനാണ് കേട്ടോ. പിന്നെ 2 ടീസ്പൂണ് കോൺഫ്ലോർ, 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു മുട്ട, 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസ്, 1/2 ടീസ്പൂണ് സോയാ സോസ്, 1 ടേബിൾ സ്പൂണ് ഗ്രീൻ ചില്ലി സോസ്. ഗ്രീൻ ചില്ലി സോസ് നിർബന്ധമൊന്നുമില്ല, എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ പണി തുടങ്ങാം. അപ്പോഴത്തേക്ക് ഇത് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ പച്ചക്കറിയിൽ ഞാൻ നേരത്തെ മുറിച്ച് വെച്ചിന്. അപ്പോൾ ഞാൻ 2 കപ്പ് അരിക്കാന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് ക്യാരറ്റ്, പിന്നെ 1 കപ്പ് ബീൻസ്, പിന്നെ കുറച്ച് ക്യാബേജ്, പിന്നെ വേണ്ടത് സവാള ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ ക്യാപ്സിക്കം. പിന്നെ ഞാൻ ഒരു പാത്രത്തിൽ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിന് ഇതിൽ ലേശം കുരുമുളകും ഒരു ലേശം ഉപ്പിട്ടിട്ട് അടിച്ചു വെക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാൻ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതിട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിക്കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിക്കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വാട്ടിക്കൊടുക്കാം. നമുക്കിതിലേക്ക് ക്യാരറ്റ് മുറിച്ചതിട്ട് കൊടുക്കാം. ആദ്യം ഏതാണ് കൂടുതൽ വേവുള്ളത് അത് ആദ്യം ഇട്ടിട്ട് ഒന്ന് വാട്ടിക്കൊടുക്കണം. അപ്പോൾ ക്യാരറ്റാണ് ഞാൻ ആദ്യം ഇട്ടെടുത്തത്.
എന്നിട്ട് ക്യാരറ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച ബീൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബീൻസ് ഒന്ന് വാട്ടി കൊടുക്കാം. ഇനി ക്യാബേജ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഉണ്ടല്ലോ, അത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഈ പച്ചക്കറി ഇങ്ങനെ കൂടുതൽ വാട്ടിയെടുക്കണ്ട, പിന്നെ അതുപോലെ തന്നെ കൂടുതൽ വേവിക്കാണ്ട് എടുക്കാനും പാടില്ല. ഒരു മീഡിയം ആ ഒരു ഇതിൽ വേണം പിന്നെ നമ്മൾ ഈ പച്ചക്കറി വേവിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി ഒന്ന് വാട്ടിക്കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ഉടച്ചത് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ പച്ചക്കറിയെല്ലാം ഒരു സൈഡിനായി കൊടുത്തിട്ട് നമുക്ക് ഈ മിഡിലിൽ മുട്ട ഉടച്ചത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചിക്കിയെടുക്കാം. ഇങ്ങനെ ചിക്കി കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താക്കാം, ഈ പച്ചക്കറിയെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സായി കൊടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം തീ നല്ലോണം ഒന്ന് കൂട്ടി കൊടുക്കാൻ. എന്നിട്ട് വേണം നമ്മൾ ഈ ചോറ് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് കുരുമുളകിൻ്റെ പൊടി. ഞാനിവിടെ ബ്ലാക്ക് കുരുമുളകിൻ്റെ പൊടിയാണ് എടുത്തത്. വൈറ്റ് ഉണ്ടെങ്കിൽ വൈറ്റ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. എൻ്റെ അടുത്ത് പിന്നെ വൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്കാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയെടുക്കാണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഇടാൻ റെഡിയായി. ഇനി നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈഡ് റൈസാണ് വേണമെന്നുണ്ടെങ്കിൽ എല്ലില്ലാത്ത ചിക്കനിൽ ലേശം ഉപ്പ് കുരുമുളക് ഇട്ട് വേവിച്ചിട്ട് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തിട്ട് പച്ചക്കറി വാട്ടുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ ഈ പാത്രമെല്ലാം കയറ്റെടുക്കട്ടെ എന്ന് വിചാരിച്ച്. പാത്രം കഴുകാനുണ്ടായാൽ തന്നെ പിന്നെ വേറൊരു പണിയെടുക്കാനും മൂടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്താക്കി പാത്രം കയറ്റാടെ വെച്ച്, എന്നാൽ പിന്നെ ബാക്കിയുള്ള പണി വേഗം സമാധാനത്തിൽ എടുത്ത് തീർക്കാമല്ലോ. അങ്ങനെ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കന് പൊരിക്കുന്ന സമയത്ത് എന്താക്കാം, ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ. ഉള്ളു വന്നിട്ടുണ്ടല്ലോ ചിക്കൻ്റെ, അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ഉണക്കിയിട്ട് പൊരിക്കണ്ട കേട്ടോ, അന്നേരം പിന്നെ ചില്ലി ചിക്കൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ബാക്കിയുള്ള ചിക്കൻ ഇതുപോലെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഓറഞ്ച് ജ്യൂസ് അടിച്ചതാണ് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട്. ചൂടല്ലേ, അപ്പോൾ കുറച്ച് തണുത്ത ജ്യൂസൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ചിക്കന് ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാന് ശേഷം നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയില്ലേ, അതിൻ്റെ അകത്ത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഈ ചൂടായ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് നുറുക്കി വെച്ച വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് ഒരു 3 പച്ചമുളക്. വെളുത്തുള്ളി ഞാൻ ഒരു 4-5 വെളുത്തുള്ളിയാണ് എടുത്തത്. എന്നിട്ട് പച്ചമുളകും വെളുത്തുള്ളി ഒന്ന് വാടി വന്നാൽ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച സവാള അതും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഒരു സവാളയാണ് എടുത്തത്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പിന്നെ യെല്ലോ ക്യാപ്സിക്കം ഗ്രീൻ ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്രീന് മാത്രം മതി കേട്ടോ, ഞാൻ പിന്നെ യെല്ലോ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെയൊക്കെ തന്നെ റെഡ് കളർ ക്യാപ്സിക്കം ഇട്ട് കൊടുത്താൽ നല്ല മൊഞ്ചായിരിക്കും കാണാൻ ചില്ലി ചിക്കന്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ്,
പിന്നെ 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസ്, കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയനാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി. അങ്ങനെ ചോറെല്ലാം ആയതിനു ശേഷം പിന്നെ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായൻ്റെ പണി എടുക്കാൻ തുടങ്ങി. ചായൻ്റെ പണി ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല, കുറച്ച് ലേറ്റായി എനിക്ക് കിച്ചണിൽ ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് മുട്ടപ്പോളയും പിന്നെ ലേശം ഉള്ളിവട ഉണ്ടാക്കി, സാധാ ഉള്ളിവട തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നുണ്ടാക്കിയ ഈ ഒരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും, ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.